ഇഷ്ടമുള്ള ഷേപ്പിൽ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. എത്ര കൂടുതലിരുന്നോ അത്ര കുക്കീസ് സോഫ്റ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ആയിട്ടുണ്ട് സമയം. ഞാൻ ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അല്ലേ അതിൻ്റെ ചിരി. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു കുക്കീസാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീനട്ട് ബട്ടറാണ് ഉണ്ടാക്കണേ. സ്വീറ്റൻ പീനട്ട് ബട്ടറാണ്. ജാഗരി യൂസ് ചെയ്തിട്ടാണ് സ്വീറ്റൻ ചെയ്യണേ. ഇതിലിപ്പോൾ പീനട്ട്സും കുറച്ച് സീഡ്സും ആഡ് ചെയ്തിട്ട് ഓവനിൽ ഒരു 4 മിനിറ്റ്സാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോണേ. നിങ്ങൾക്കിത് ഗ്യാസിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ എളുപ്പത്തിന് ഓവനിൽ ചെയ്യണമെന്നേ ഉള്ളൂ. മിക്സായിട്ട് നട്ട്സ് ആഡ് ചെയ്യാം. വാൾനട്ട്, ബദാം, കാഷ്യൂ, പിസ്ത ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു മിക്സ്ഡ് ബട്ടർ ആയാലും ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. നല്ലപോലെ റോസ്റ്റ് ആയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2-3 വട്ടം ഓയിൽ റിലീസ് ആവുന്ന വരെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം. വലിയ ജാർ അവോയ്ഡ് ചെയ്യണമായിരിക്കും നല്ലത്. ചെറുതാവുമ്പോൾ പെട്ടെന്ന് ക്രീമായി കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ 1 സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആദ്യം എണീറ്റ് വന്ന് വെള്ളം തുടങ്ങിയിട്ടുണ്ട്. അതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇതിൽ ഞാൻ 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ക്രീമിനെസ്സിനാണ്. എന്നിട്ട് പൾസ് ചെയ്തിട്ട് പീനട്ട് ബട്ടർ റെഡിയാവും കുക്കീസിൽ യൂസ് ചെയ്യാനുള്ളത്. നമുക്ക് വേണ്ടത് സോഫ്റ്റ് ബട്ടറാണ്. ഇത് ഫ്രിഡ്ജിന് പുറത്ത് വെച്ച് സോഫ്റ്റായിട്ടുള്ള ബട്ടറാണ്. 2 ടീസ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ബട്ടർ എത്ര കൂടുതലിരുന്നോ അത്ര കുക്കീസ് സോഫ്റ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അത്ര സ്പൂൺ ബട്ടറൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കാരണം ഞാനിപ്പോൾ ഇവിടെ പീനട്ട് ബട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 സ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. നേരത്തെ ഉണ്ടാക്കിയ പീനട്ട് ബട്ടർ 1 സ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്യുക. ബട്ടറും പീനട്ട് ബട്ടറും നല്ലപോലെ ക്രീം ചെയ്തെടുക്കണം. അതിന് വേണ്ടി സമയം കൊടുക്കാം. ഇത് നല്ലപോലെ ക്രീം ആയിട്ടുണ്ട്. നല്ലപോലെ ബട്ടറും പീനട്ട് ബട്ടറും മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു മുട്ടയാണ് നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എൻ്റെ മോൾക്ക് എഗ് അലർജി ആയതുകൊണ്ട് തൽക്കാലം ഞാൻ കുക്കീസിൽ ആഡ് ചെയ്യാറില്ല. അതിൻ്റെ പകരം ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ ആയാലും ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ രണ്ടും ആഡ് ചെയ്യണില്ല. ആഡ് ചെയ്യാതാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനമാണ്. ഇത് കേരളത്തിലെല്ലാം അംഗൻവാടികളിലും പിള്ളേർക്ക് 3 വയസ്സ് വരെ കൊടുക്കുന്ന ഒരു പൗഡറാണ്. സിമിലർ ടു എ പ്രോട്ടീൻ പൗഡർ. അപ്പോൾ മിക്ക വീടുകളിലും ഇത് സൗജന്യമായി കൊടുക്കുന്ന സാധനമാണ്. ഇവിടെ 2 പേരുള്ളതുകൊണ്ട് കുറേ പാക്കറ്റുകൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് കുക്കീസ് ഉണ്ടാക്കാൻ പോണേ. ഇതിൻ്റെ പേര് അമൃതം ന്യൂട്രി മിക്സ് ആണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈക്വൽ ക്വാണ്ടിറ്റീസിൽ ഗോതമ്പ് പൊടിയും റാഗി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ 1 സ്പൂൺ അമൃതം പൊടി ആഡ് ചെയ്യും, ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. അമൃതം പൊടി മാത്രം ഉപയോഗിച്ചിട്ടായാലും കുക്കീസ് ഉണ്ടാക്കാം. പക്ഷേ റാഗി നല്ലതായതുകൊണ്ട് കുറച്ച് കൊടുക്കാൻ ഉദ്ദേശമുള്ളതുകൊണ്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. അമൃതം പൊടി മാത്രം ഉപയോഗിച്ചാലും സെയിം പ്രൊസീജിയർ വെച്ച് കുക്കീസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഡോയിൻ്റെ ഷേപ്പ് ആക്കണം. ഇച്ചിരി ലൂസാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 20 to 30 മിനിറ്റ്സ് വെച്ചാൽ ബട്ടറൊക്കെ ഒന്ന് സോളിഡിഫൈ ആയിട്ട് നല്ലൊരു ഷേപ്പിൽ കിട്ടും. അതല്ല ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഫ്ലോർ ആഡ് ചെയ്തിട്ട്, ഏത് ഫ്ലോർ ആയാലും കുഴപ്പമില്ല, ആട്ട ആഡ് ചെയ്യാം, അമൃതം പൊടി തന്നെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റാഗി ആഡ് ചെയ്യാം. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. എങ്ങനെയൊക്കെ ആയാലും ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ ഒരു ഡോ പരുവത്തിലായി കിട്ടണം. നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തിയുടെ പരുവത്തിലായി കിട്ടണം, പതിമാവിൻ്റെ പരുവത്തിൽ. ടൈറ്റ് ആയി തോന്നുവാണെങ്കിൽ ഇച്ചിരി ബട്ടർ, മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ പാലായാലും ആഡ് ചെയ്യാം. ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഞാൻ കുഴച്ച് വരുമ്പോൾ അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് റെസ്റ്റ് ചെയ്യേണ്ട മാൻഡേറ്ററി അല്ല. പക്ഷേ ഈ സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഓവൻ ഞാനിപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ്സാണ് പ്രീഹീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം.
കുക്കീസ് ഉണ്ടാക്കണേ ആ ട്രേ ജസ്റ്റ് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക, ഒട്ടാതിരിക്കാനാണ്. തേച്ചില്ലെങ്കിൽ ഇത് ഒട്ടത്തില്ല, നല്ലൊരു സേഫ്റ്റിക്ക് തേക്കണമെന്നുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു നോർമൽ ഷേപ്പിലാണ് എടുക്കണേ. ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റ് ചെയ്തെടുക്കും. സൈസൊക്കെ അവരവരുടെ താല്പര്യം അനുസരിച്ച് ആക്കാം. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു കുക്കീസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ ബാക്കിയെല്ലാം ചെയ്തിട്ട് കാണിക്കാം. ഇത് ഇങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് ഒരു 6 കുക്കീസാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചെറിയൊരു ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാം. ഷേപ്പിൽ ഞാനിവിടെ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നോർമൽ ഒരു സ്പൂൺ എടുക്കുക. ഒരു നിർബന്ധമില്ലാത്തൊരു സ്റ്റെപ്പാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ടേസ്റ്റിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇനി 180 ഡിഗ്രിയിൽ തന്നെ ഞാനൊരു 10 to 12 മിനിറ്റ്സ് ആണ് വെക്കാൻ പോണേ. 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കും. ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ 2 മിനിറ്റും കൂടെ വെക്കും. മോനിപ്പോൾ താളം പിടിച്ചുകൊണ്ടിരിക്കുക. സ്പൂൺ വെച്ചാണ് താളം പിടി. എങ്ങനെ അത് സ്പൂണിൽ മ്യൂസിക് ഉണ്ടാക്കണേ? സ്പൂൺ മ്യൂസിക്. അതിന്റെ ഹാപ്പി ഡാൻസ് എങ്ങനെയാ? ഹാപ്പി ഡാൻസ്, അത് ഹാപ്പി ഡാൻസ് ചെയ്തേ. അപ്പൊ ആളിപ്പോ ഉറക്കം എണീറ്റ് വന്നേ ഉള്ളൂ. അതിന്റെ ഒരു ക്ഷീണാണ് മുഖത്തുള്ളത്. ഈ പാസിഫയർ അത് പണ്ട് തൊട്ടേ യൂസ്ഡ് ആയ ഒരു സാധനമാണ്. കുറേ ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് വെക്കണത്. ഇനിയിപ്പോൾ വല്ല ഫുഡ് കൊടുക്കുമ്പോൾ മാറ്റുമ്പോൾ ഒന്ന് ഡിസ്ട്രാക്റ്റ് ആവും. അങ്ങനെ മാറ്റി വെക്കാറാണ് പതിവ്. അല്ലെങ്കിൽ ആള് നല്ല ബഹളവും കരച്ചിലും ആയിരിക്കും. അല്ലേ ആജ്? ചിരിച്ചു കാണിച്ചു അല്ലേ അതിന്റെ ചിരി? എന്റെ പാപ്പ ഉണ്ടാക്കണേ അത്? ഏത് പാപ്പം? മരുന്നോ? കയ്യിലെന്തോന്നാ? സ്പൂണോ? എത്ര സ്പൂണുണ്ട്? 1 2 ആയോ? ഇപ്പൊ ഓവൻ ആയിട്ടുണ്ട് എന്നാണ് ആശാൻ പറയണത്. ഓവന്റെ അകത്ത് എന്തോന്നാ കഴിക്കുന്നേ? ഐസ്ക്രീം ആണോ കഴിക്കുന്നേ? ഐസ്ക്രീം ഇഷ്ടാണോ? അപ്പൊ ഇത് ആയിട്ടുണ്ട് സമയം. ഞാൻ ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിനെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പാവും. നമുക്ക് തണുത്തിട്ട് വേണം ഇത് കഴിക്കാൻ. തണുക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുക്കീസ് 100% റെഡിയാണ്. നല്ല ക്രിസ്പായും ഹെൽത്തിയായും നോ റിഫൈൻ ഫ്ലോർ, നോ ഷുഗറുള്ള ഫുഡ് ഫ്രണ്ട്ലി ആയ കുക്കീസാണ്. ഇത് പിള്ളേർക്ക് ഇങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. അല്ലെങ്കിൽ പാലിൽ ഒഴിച്ച് കുതിർത്തും കൊടുത്താലും നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ.